അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയാണ് ഇന്നലെ പോലീസ് സ്റ്റേഷന് സമീപം എത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ആക്രമണങ്ങളിൽ പോലീസിനും രക്ഷയില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ അതിരപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായി ജനവാസ മേഖലയിൽ ഈ കാട്ടാന പതിവായിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കാട്ടാന എത്തിയിരിക്കുന്നത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരുള്ള ഈ പ്രദേശത്ത് തന്നെ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടുള്ള ആനയാണ്. ഇന്നലെ രാത്രി 9 മണി കൂടി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന തെങ്ങിലുണ്ടായിരുന്ന ഓലയും തേങ്ങയും അടക്കം ഈ ആന വലിച്ച് താഴേക്കൂടി കൂടുതൽ പോലീസുകാർ ഈ സ്റ്റേഷന് പുറത്തേക്ക് എത്തി ബഹളം വച്ചാണ് പിന്നീട് ഈ ഏഴാറ്റുമുഖം ഗണപതിയെ ഇവിടെ നിന്ന്, അതായത് ആ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് തുരത്തിയത്. പക്ഷേ ഇത് ഈ എണ്ണപ്പന പ്ലാന്റേഷനാണ് ഈ സമീപത്തുള്ളത്. ഈ തോട്ടത്തിലെല്ലാം തന്നെ ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആളുകളെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പോലും കൃഷിനാശം വരുത്തുന്ന അടക്കമുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആനയെ വനത്തോട് ചേർത്ത് അല്ലെങ്കിൽ വനത്തിലേക്ക് കയറ്റണം എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. വേണം. ശരി, അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വിശദാംശങ്ങളാണ് സൂരജ് സജി തൃശൂരിൽ നിന്നും നൽകിയത്.